2022 റിലീസ് ചെയ്ത ഒരു ചൈനീസ് ഫാന്റസി മൂവിയാണ് സ്നേക് 3 അഥവാ ഡിനോസർ വേഴ്സസ് പൈത്തൺ. പേര് പോലെ തന്നെ ഡിനോസറും പൈത്തണും തമ്മിലുള്ള യുദ്ധം 10,000 വർഷങ്ങളായിട്ട് ആരുടെ കണ്ണിൽ പെടാതെ കിടക്കുന്ന ഒരു ഐലൻഡ്. അവിടം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കുറച്ചു പേര് എത്തിപ്പെടുകയാണ്. എന്നാൽ നമ്മുടെ ഭൂമിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ പ്രദേശമായിരുന്നു അത്. സാധാരണയിൽ നിന്നും 10 ഇരട്ടി വലിപ്പം വെക്കുന്ന ജീവികൾ. ഇതൊന്നും അറിയാതെ അവിടെ ചെന്ന് പെട്ടുപോയവരുടെ അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ നേരെ വീഡിയോയിലേക്ക് പോയാലോ? എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ ഡെസേർട്ട് ഐലൻഡ് എന്ന പേരുള്ള ഒരു ഒറ്റപ്പെട്ട ഐലൻഡാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ വലിയ വലിയ കൺസ്ട്രക്ഷൻ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ 10,000 വർഷങ്ങളായിട്ട് ആരുടെയും കണ്ണിൽ പെടാതെ കിടക്കുന്ന ഒരു ഐലൻഡ് ആയിരുന്നു അത്. മാത്രമല്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഈ ലോകത്തു നിന്നുമില്ലാതായ ഡിനോസറുകളുടെ അടക്കം പലതരം ജീവികളുടെ ഫോസിലുകൾ ഇവിടെ ഉണ്ട്. അതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള റിസർച്ചുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഗവൺമെന്റിന്റെ അറിവില്ലാതെ ഇല്ലീഗലായിട്ടാണ് ഇതൊക്കെ നടക്കുന്നതും. ഇയാളാണ് ഇവിടുത്തെ സൂപ്പർവൈസർ. പിന്നെയുള്ളത് ഈ ഐലൻഡിൽ കാലാവസ്ഥ ഒരിക്കലും സ്റ്റേബിൾ അല്ല. പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് വെയിൽ വരും, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പ്രതീക്ഷിക്കാതെ കൊടുങ്കാറ്റ് വരെ ഉണ്ടാകും. ഇങ്ങനൊരു കാലാവസ്ഥയായിരുന്നിട്ട് കൂടി അവരിപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോ തന്നെ ഡിനോസറുകളുടെ അടക്കം പല ജീവികളുടെയും അസ്ഥികൂടങ്ങളും ഫോസിലുകളും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ കണ്ടുപിടുത്തങ്ങളെല്ലാം മറികടന്ന് ഭൂമിക്കടിയിൽ പുതഞ്ഞു കിടന്ന എന്തോ ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുകയാണ്. പക്ഷേ അതെന്താണെന്ന് അറിയില്ല. എന്താണെന്ന് അറിയണമെങ്കിൽ അവിടെ ബോംബ് വെച്ച് തകർക്കണം. അങ്ങനെ ചെയ്യണോ വേണ്ടോ എന്നറിയാനായിട്ട് സൂപ്പർവൈസർ അയാളുടെ ബോസിനെ വിളിക്കുന്നു. സാർ, ഞങ്ങൾ ബോംബിടാൻ പോവാ. പിന്നെ ഞങ്ങൾക്ക് തരാനുള്ള 3 മാസത്തെ ശമ്പളം ഇതുവരെ തന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണം. എന്നാലേ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. നിന്ന് വായ്ത്താളം പറയാതെ ജോലി ചെയ്യാൻ നോക്കടോ. ജോലി കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ പേയ്മെന്റ് കിട്ടിയിരിക്കും. അത്രയും പറഞ്ഞ് അയാൾ കോൾ കെട്ടിയതു. അലവലാതി. അങ്ങനെ ബോംബ് പൊട്ടിക്കാനായിട്ട് എല്ലാം റെഡിയായിരിക്കുകയാണ്. ജോലി കഴിഞ്ഞാൽ പേയ്മെന്റ് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല. അപ്പൊ തന്നെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നു. പക്ഷേ പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് ബോംബ് പൊട്ടിയ കുഴിയിലായിട്ട് നീളമുള്ള പാറക്കല്ല് പോലെ എന്തോന്ന് കിടക്കുന്നത് കാണുന്നത്. രണ്ടുപേര് പോയിട്ട് അതെന്താണെന്ന് നോക്കിയേ. സൂപ്പർവൈസർ പറഞ്ഞത് കേട്ടതും കൂട്ടത്തിലുള്ള 2 പേര് അതെന്താണെന്ന് അറിയാനായിട്ട് അതിനടുത്തേക്ക് പേടിച്ച് പറിച്ച് ചെല്ലുന്നു. അടുത്തേക്ക് ചെന്ന് കയ്യിലുള്ള മൺവെട്ടി കൊണ്ട് അതിനെ തൊടാനായിട്ട് ചെന്നതും പെട്ടെന്നാണ് ആ സാധനം അനങ്ങാൻ തുടങ്ങിയത്. സകല എണ്ണവും ഞെട്ടിപ്പോയി. സംഭവം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ആ സാധനം പെട്ടെന്ന് കുഴിയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അടുത്ത നിമിഷം തന്നെ പോയതുപോലെ തന്നെ അത് തിരികെ വരികയും ചെയ്തു. അന്നേരമാണ് അതെന്താണെന്ന് എല്ലാവരും കാണുന്നതും. എന്താണെന്ന് വെച്ചാൽ അതൊരു പാമ്പായിരുന്നു. സാധാരണ പാമ്പല്ല, ഒരു ജെയിന്റ് പൈത്തൺ. ഭീമാകാരമായ ഒരു രാക്ഷസ പാമ്പ്, ഒരു അഡാർ ഐറ്റം. ഇങ്ങനൊരു ഐറ്റത്തെ കണ്ടുള്ള അവസ്ഥ എന്തായിരിക്കും? സകലതും ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. വെറുതെ ഉറങ്ങുന്നതിനെ വിളിച്ചു വരുത്തിയിട്ട് ചോറില്ലാന്നോ? കലിപ്പായ പാമ്പ് അതിന്റെ വാല് കൊണ്ട് ഓങ്ങിയൊരടി. പറന്നു പോകുന്നു സകലത് എയറിലോട്ട്. നമ്മുടെ സൂപ്പർവൈസർക്കും കിട്ടി ബസ് വെച്ചൊരു എയർ. ഭാഗ്യത്തിന് ജീവനൊന്നും പറ്റിയില്ല. ഇവിടെ ഇങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിലും വലിയ എന്തോ ഒരു ഐറ്റം വരുന്നത് പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ്സിലെ പോലെ ഐറ്റം സകലതും ചവിട്ടി ചമ്മന്തിയാക്കിക്കൊണ്ട് നമ്മുടെ പൈത്തന്റെ അടുത്തേക്കാണ് വരക്കം. ഒരു സൈഡിൽ ഗോഡ്സിലെ പോലെ ഒരു ഡിനോസർ, മറ്റേ സൈഡിൽ നമ്മുടെ പൈത്തൺ. പരസ്പരം കണ്ടതും 2 പേരും കൂടി കൊന്നു കൊലവിളിക്കാനുള്ള വെറിയോടെ പാഞ്ഞടുക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി തുടങ്ങുന്നത്. അടുത്ത ഷൂട്ടിലായിട്ട് ആ ഐലൻഡ് കണ്ടുപിടിച്ച കമ്പനിയുടെ ഓണർ ന്യൂസിൽ ഇന്റർവ്യൂ കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് ആ ഐലൻഡ് കണ്ടുപിടിച്ചത് അവരായതുകൊണ്ട് തന്നെ അവിടം അവർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏൻഷ്യന്റ് എക്കോളജിക്കൽ തീം പാർക്കാക്കി മാറ്റാൻ പോവുകയാണ്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ഒരു കുട്ടിയെയാണ്. അവന്റെ പേര് കായ്. ഇപ്പോ എന്തോ കണ്ടു പേടിച്ചതുപോലെ ബെഡിലായിട്ട് അനങ്ങാതെ കിടക്കുകയാണ് അവൻ. എന്താണെന്ന് വെച്ചാൽ അവന്റെ പിറകിലായിട്ട് ആരോ ഉള്ളതുപോലെ ആ രൂപം പതിയെ തന്റെ അടുത്തേക്ക് വരികയാണെന്ന് കണ്ടതും കായ് പെട്ടെന്ന് ബെഡിൽ നിന്നും ഇറങ്ങി ഓടാൻ തുടങ്ങി. മാത്രമല്ല അവൻ കാല് വയ്യാത്തൊരു കുട്ടിയാണ്. എന്നിട്ടും പേടി കൊണ്ടവൻ വേഗത്തിൽ ആ രൂപത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ ഓടുന്ന വഴിക്കാണ് പെട്ടെന്ന് കാല് തന്നെ തറയിലേക്ക് വീഴുന്നത്. വേഗം തിരിഞ്ഞ് പേടിയോടെ ആ രൂപത്തെ നോക്കിയപ്പോഴോ അത് വേറെ ആരുമല്ല, അവന്റെ അമ്മയായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരു ഐലൻഡ് കാണിച്ചില്ലേ, അവിടെ പോകണമെന്നാണ് കായുടെ ആഗ്രഹം. അതിനുവേണ്ടി അവന്റെ അമ്മാവനൊരു ടെസ്റ്റ് വെച്ചതാണ്. പക്ഷേ പേടിച്ച് വിറച്ച് ചളമാക്കിയത് കാരണം അവൻ ആ ടെസ്റ്റിൽ ഫെയിൽ ആയി പോയി. ഈ അവസ്ഥയിൽ ആ കാട്ടിലേക്ക് പോകാനാണെങ്കിൽ തീർച്ചയായിട്ടും അത് കായുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. അടുത്ത തവണ തീർച്ചയായിട്ടും അമ്മയോടെ കൊണ്ടുപോകാം. പക്ഷേ അമ്മ പ്രോമിസ് ചെയ്തതല്ലേ, നിനക്ക് നന്നായിട്ട് നടക്കാൻ പോലും കഴിയില്ല, പിന്നെ നീ എങ്ങനെയാ കാട്ടിൽ പോകും? എന്നാൽ ആ പറഞ്ഞത് കായ്ക്ക് ശരിക്കും കൊണ്ടു. കുറച്ചു നാളുകൾക്ക് മുന്നേ ഈ വീട്ടിലൊരു തീപിടുത്തം ഉണ്ടായി. അതിൽപ്പെട്ടാണ് കായുടെ കാലിന് പ്രശ്നം പറ്റുന്നതും. ശരി, ഞാൻ എങ്ങും വരുന്നില്ല, ഈ വീട്ടിൽ തന്നെ എന്നും അടയിരുന്നോളാം പോരെ. അതും പറഞ്ഞ് സങ്കടത്തോടെ അവൻ
ഉറങ്ങാനായിട്ട് പോകുന്നു. മോൻ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുമ്പോൾ അമ്മയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പിറ്റേന്ന് തന്നെ അവനെ ഐലൻഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തീരുമാനിക്കുന്നു. അവിടേക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റ് കയ്യിലേക്ക് കൊടുത്തതും ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു അവന്. അങ്ങനെ വളരെ അടുത്ത് തന്നെ രണ്ടുപേരും കൂടി ആ ഐലൻഡിലേക്ക് പോവുകയാണ്. അവിടേക്ക് പോകുന്നത് ഇവര് മാത്രമല്ല കേട്ടോ, ഒരു ബസ്സിലായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ആ കൂട്ടത്തില് ഈ ഐലൻഡിന്റെ ഓണറും ഉണ്ട്. അയാൾക്കുണ്ടായിരുന്ന ബിസിനസ് എല്ലാം ഫ്ലോപ്പായി പോയി. ഇപ്പൊ ആകെയുള്ളത് ഈ ഐലൻഡ് മാത്രമാണ്. ഇവിടേക്ക് ഇങ്ങനെയുള്ള ട്രിപ്പിന്റെ വരുമാനം കൊണ്ടൊക്കെയാണ് അയാൾ ജീവിക്കുന്നതും. ഈ ബസ്സിൽ തന്നെ ഗൈഡായിട്ട് ഒരുത്തരുണ്ട്. ആ കാട്ടിൽ അതുണ്ട്, ഈ കാട്ടിൽ ഇതുണ്ട്, അങ്ങനെ കാടിനെ പറ്റിയുള്ള ഇൻട്രോ ആണെന്ന് പറഞ്ഞ് ബസ്സിലിരിക്കുന്നവരുടെ ചെവി തിന്നുവാണ്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കായുടെ കൈ അവന്റെ അമ്മ തന്റെ കൈയുമായിട്ട് ഒരു കേബിൾ വെച്ച് ലോക്ക് ചെയ്യുന്നത്. ഞാൻ എന്താ വല്ല പട്ടിയ പൂച്ചയാണോ? നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാൻ ചെയ്യുന്നത്. കൊടും കാടാണ്, അടുത്ത നിമിഷം എന്തുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വായടച്ച് മിണ്ടാതിരി. എന്നാൽ ഇതേ സമയം തന്നെ ഇവർ പോകുന്ന വഴിക്കുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ട് ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. വേഗം തന്നെ എന്തോ ഒന്ന് വന്ന് അതിനെ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ബസ്സിലുള്ളവരാണെങ്കിൽ നല്ല സന്തോഷത്തിലും, കായാണെങ്കിൽ തന്റെ കയ്യിലുള്ള ക്യാമറയിൽ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാക്ക വന്ന് ബസ്സിന്റെ കണ്ണാടിയിൽ ഇടിക്കുന്നത്. എല്ലാവരും ശരിക്കും പേടിച്ചു പോയി. ആരും പേടിക്കണ്ട, ഇതൊക്കെ ഈ കാട്ടിൽ സാധാരണയാ. പക്ഷികളൊക്കെ എന്തോ കണ്ട് പേടിച്ച് വേറെ സ്ഥലത്തേക്ക് പോകുന്നതാ. ഇയാൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിൻഡോ വഴി വീണ്ടും പുറത്തേക്ക് നോക്കിയ കായ് കാണുന്നത് ദേ ഈ കാഴ്ചയാണ്. ഒരു യമണ്ടം പാമ്പ് അതൊരു മലയുടെ മുകളിൽ കൂടി എഴഞ്ഞു പോകുവാണ്. ചെക്കന്റെ കണ്ണ് തള്ളിപ്പോയി. ഇക്കാര്യം അവൻ വേഗം തന്റെ അമ്മയോട് പറഞ്ഞപ്പോഴോ, എന്താണേലും ആദ്യം ഈ വെള്ളം കുടിച്ചിട്ട് കാണ്, കാട്ടിലെ പാമ്പൊക്കെ സാധാരണയല്ലേ. ഇതേ സമയം നമ്മുടെ ബസ് ഓടിക്കുന്ന ഡ്രൈവറിന്റെ പേര് ഷിൻ. ബസ് ഓടിക്കുന്നതിനിടയിൽ ഷിന്ന് നോക്കുമ്പോൾ ദേ രണ്ട് മുട്ടൻ കല്ലുകൾ അന്തരീക്ഷത്തിൽ കൂടി പറന്ന് ബസ്സിന് നേർക്ക് വരുവാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത സെക്കൻഡിൽ തന്നെ ബസ് വെട്ടിച്ചു മാറ്റി തൊട്ടടുത്തുള്ള മരത്തിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്തു. ജസ്റ്റ് മിസ്സിനാണ് ഈ കല്ലിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും മരത്തിലിടിച്ചെങ്കിലും ആർക്കും പരിക്കുകളൊന്നും പറ്റിയില്ല. ഡ്രൈവറിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് എല്ലാവരും വേഗം ബസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ചുറ്റിനും നോക്കിയിട്ടാണെങ്കിൽ ഇതിപ്പോൾ ഏതാ സ്ഥലമെന്നൊന്നും പിടുത്തം കിട്ടുന്നില്ല. പുറത്തേക്ക് വന്ന് ആ വലിയ പാറക്കൽ കണ്ടപ്പോഴാണ് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായതും. ഇനിയിപ്പോൾ ബസ്സിന്റെ ടയർ പൂഴ്ന്നു പോയടുത്ത് നിന്ന് പുറത്തേക്ക് എടുത്താൽ മാത്രമേ യാത്ര തുടങ്ങാൻ പറ്റൂ. ഇപ്പൊ എല്ലാവരും അതിനുള്ള ശ്രമത്തിലാണ്. ഇതിനിടയിലാണ് ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ മുട്ടുന്നത്. അതേസമയം തന്നെയാണ് നമ്മുടെ കായ്ക്ക് മുട്ടുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ കുറച്ച് മാറി യൂറിൻ പാസ് ചെയ്യാനായിട്ട് പോകുന്നു. കൂടെ ഒരാളുണ്ടായത് കൊണ്ട് തന്നെ അവന്റെ അമ്മ ഇത് കാര്യമാക്കിയില്ല. കുറച്ചപ്പുറം മാറിയുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് രണ്ടുപേരും പോകുന്നത്. അവിടെ വന്ന് കാര്യം സാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാറക്കല്ലിന്റെ പുറത്ത് വെറുതെ ഇരുന്നൊരു തവളയുടെ പുറത്തായിട്ട് ഇങ്ങനെ മൂത്രമൊഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെയാണ് ഏതൊരു മൃഗം അയാളെ ഒറ്റ വലിക്ക് കാട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതും. എന്തോ ശബ്ദം കേട്ട് കായ് തിരിഞ്ഞു നോക്കുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലും ഉണ്ടായിരുന്നില്ല. നേരത്തെ ബസ്സിന് നേർക്ക് ഒരു കല്ല് വന്ന് വീണില്ലേ, അതേ ബസ്സിലുണ്ടായിരുന്ന ഒരു അപ്പൂപ്പൻ ആ കല്ല് മൊത്തത്തിലൊന്ന് നിരീക്ഷിക്കുവാണ്. ആളൊരു സയന്റിസ്റ്റ് കൂടിയാണ്. കല്ല് മുഴുവൻ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതിൽ വഴുവഴുത്ത പച്ച നിറത്തിലുള്ള എന്തോ ഒന്ന് കാണുന്നത്. എന്നാൽ അത് കണ്ടതും അപ്പൂപ്പൻ എന്തോ മനസ്സിലാവുന്നുണ്ട്, എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ. അയാള് വേഗം ഓടിച്ചെന്ന് എല്ലാവരോടും ബസ്സിൽ കയറാൻ പറയുന്നു. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, പുറത്തു നിൽക്കാതെ എല്ലാവരും വേഗം ബസ്സിൽ കയറ്. പക്ഷേ ഒരാള് പോലും അപ്പൂപ്പനെ മൈൻഡ് ചെയ്തില്ല. ഓരോന്നും കയറും പൊടിച്ചോണ്ട് വരും പറഞ്ഞുകൊണ്ട് അവര് വീണ്ടും ബസ് എള്ളാൻ പോകുന്നു. എന്നാൽ പെട്ടെന്നാണ് കൂട്ടത്തിലുള്ള ഒരാളെ എന്തോ ഒന്ന് വന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത്. ആ കാഴ്ച കണ്ട് ഒരടി അനങ്ങാനാകാതെ എല്ലാവരും അന്തിച്ചു നിന്ന് പോയി. വായി നോക്കി നിൽക്കാതെ എല്ലാം വന്ന് ബസ്സിൽ കയറ്. ഷിനിന്റെ അലർച്ച കേട്ടതും ബോധം വന്നതുപോലെ എല്ലാം കൂടി വെപ്രാളത്തോട് ബസ്സിലേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ അതിനിടയ്ക്ക് വീണ്ടും ഒരാളെ കൂടി ആ ജീവി പിടിക്കുന്നു. ഇതിനിടയിൽ കൂടി ആ ഓണർ മറ്റുള്ളവരെ പുറത്താക്കി വാതിലടച്ച് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും കായുടെ അമ്മ അതിനു മുന്നേ എല്ലാവരും കൊണ്ട് ഉള്ളിലേക്ക് കയറിയിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെടുന്നത്. എന്നാൽ ബസ്സിനുള്ളിൽ കയറിയപ്പോഴാണ് തന്റെ മകൻ അവിടെ ഇല്ലാന്നവർക്ക് മനസ്സിലാവുന്നത്. പക്ഷെ പെട്ടെന്നാണ് ആ ജീവിയുടെ നാവ് വീണ്ടും ബസ്സിനുള്ളിലേക്ക് പാഞ്ഞു വരുന്നത്. ഇത്രയും നേരം ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് വേറൊന്നുമല്ല, ഒരൊന്നൊന്നര ജഗജാടി തവളയായിരുന്നു. എന്നാൽ സയന്റിസ്റ്റ് അപ്പൂപ്പന് ഈ തവളയെ പറ്റി നേരത്തെ അറിയായിരുന്നു. ആരും അനങ്ങല്ലേ, പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്നതിനാണ്. നമ്മുടെ ചലനം വെച്ചാണ് അത് തിരിച്ചറിയുന്നതും. അതുകൊണ്ട് ആരും അനങ്ങല്ലേ. അപ്പൂപ്പൻ പറഞ്ഞത് കേട്ടതും സകലത ശ്വാസം ഇടാതെ അനങ്ങാതിരിക്കുവാണ്. ഇവിടെ നമ്മുടെ കായാണെങ്കിൽ കൂടെ വന്ന ആളെ കാണാതെ അവിടെ മുഴുവൻ തിരഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആ തവള അവനെ പിടിക്കാനായിട്ട് വരുന്നത്. ജസ്റ്റ് മിസ്. ചെക്കൻ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. പുറകെ ആ തവളയും ഓടി ഓടി അവിടെ കണ്ട ഒരു വെള്ളത്തിലേക്ക് എടുത്ത ഒറ്റ ചാട്ടം. പക്ഷേ തവള പോയില്ല. ചത്താലും പുറത്തേക്ക് വരത്തില്ലെന്ന് കായി. എങ്കിൽ പിന്നെ നിന്നെയും കൊണ്ടേ പോത്തോളന്ന് തവളയും. പക്ഷേ എത്ര നേരമാണെന്ന് പറഞ്ഞ വെള്ളത്തിനിടയിൽ പിടിച്ചു നിൽക്കുന്നത്. ശ്വാസം മുട്ടിയതും കായ് പുറത്തേക്ക് വരുന്നു. അവിടുന്ന് വീണ്ടും ഓട്ടത്തോടോട്ടം. ഓടുന്ന വഴിക്ക് അവിടെ ഒരു മരം കിടക്കുന്നത് കണ്ടതും കായ് വേഗം ആ മരത്തിന്റെ പൊത്തിലേക്ക് കയറി ഒളിക്കുന്നു. ഇത്രയും വലിയ ശരീരം വെച്ച് ആ കുഞ്ഞു മരപ്പൊത്തില് തവളയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവസാനം ദേഷ്യം എന്ന തവളയാണെങ്കിൽ ആ മരം മൊത്തത്തിൽ താഴെയുള്ള കുഴിയിലേക്ക് ഉരുട്ടി അങ്ങ് വിട്ടു. അല്ല പിന്നെ ബസ്സിനുള്ളിലുള്ളവര് തവള പോയ ആശ്വാസത്തിലിരിക്കുമ്പോൾ
ഇരിക്കുമ്പോഴാണ് ദേ വരുന്നു അടുത്ത ഗുരു. ഭീമാകാരമായ എന്തിന്റെ ഒരു വാല് അത് വന്ന് ആ ബസ്സിനെ മൊത്തത്തിൽ ചുരുട്ടിയെടുത്തങ്ങ് പൊക്കി. സകല കാര്യത്തിന് തീരുമാനമായി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു പെണ്ണ് താഴേക്ക് വീഴാൻ പോകുന്നത്. പക്ഷേ പെട്ടെന്ന് ഷിൻ പിടിച്ചിരുന്നു. അവൻ വീഴാതിരിക്കാനായിട്ട് കായുടെ അമ്മയും പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടും താഴേക്ക് വീഴാൻ പോയ ആ പെണ്ണിനെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്നാൽ അപ്പോഴാണ് ഷിൻ തങ്ങളെ ഇത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ആ ജീവിയെ കാണുന്നത്. വേറെയൊന്നുമല്ല, അത് നമ്മുടെ പൈത്തനായിരുന്നു. ഈ പാമ്പ് ഇനി ജീവനോട് ഇരിപ്പുണ്ടോ? നമ്മളിപ്പോ നിൽക്കുന്നത് അതിന്റെ അതിർത്തിയിലാ. എല്ലാവരും മരിക്കാൻ പോവാണ്. എന്നാൽ പെട്ടെന്നാണ് മറ്റേതൊരു ജീവിയുടെ ശബ്ദം കേട്ടതും. പാമ്പ് ബസ്സൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് പാഞ്ഞു പോകുന്നത്. അത്രയും വലിയ ഉയരത്തിൽ നിന്നല്ലേ ബസ് താഴേക്ക് വീണത്. അതുകൊണ്ട് തന്നെ ബസ്സിലുള്ളവർക്കെല്ലാം നല്ല രീതിയിൽ പരുക്കം പറ്റിയിട്ടുണ്ട്. കായുടെ അമ്മയാണെങ്കിൽ അവനെ കാണാതെ ആകെ പേടിച്ചിരിക്കുവാണ്. എവിടെ പോയെന്നോ എന്ത് പറ്റിയെന്നോ ഒന്നും അറിയില്ലല്ലോ. അതേസമയം തന്നെ ബസ്സിലുണ്ടായിരുന്ന ഗൈഡ് ഐലൻഡിന്റെ ഓണർ എടുത്തിട്ട് ചവിട്ടി കൂട്ടാൻ തുടങ്ങി. ഇവനാ കള്ളം പറഞ്ഞത്. ഗവൺമെന്റിന്റെ അപ്രൂവുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എല്ലാം കള്ളമായിരുന്നു. അത് കേട്ട് ബാക്കിയുള്ളവരും കൂടി അയാൾ അടിക്കാനായിട്ട് തിരിയുന്നു. ഇതിനിടയില് അപ്പനാണെങ്കിൽ കയ്യിൽ ഏതോ ഡിവൈസ് ഒക്കെ വെച്ച് എന്തോ സിഗ്നൽ ഒക്കെ നോക്കുവാണ്. പക്ഷേ അപ്പോഴാണ് വീണ്ടും എന്തോ ഒന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. എല്ലാവരും വേഗം തന്നെ ബസ്സിന് പിറകിൽ കയറി വിളിക്കുന്നു. സംഭവം വേറൊന്നുമല്ല, അതൊരാറ്റം ഡിനോസർ ആയിരുന്നു. ഇനി ഇതിന്റെയും കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ഷൂട്ടില് കായയാണ് കാണിക്കുന്നത്. ആ മരത്തടി ഉരുണ്ടുവന്ന് ഏതോ ഗുഹയ്ക്കുള്ളിലായിട്ടാണ് വീണെന്ന് തോന്നുന്നു. അവിടെയുള്ള എല്ലാം വ്യത്യസ്തമാണ് കാണാൻ. കൂണുകൾ വളർന്നിരിക്കുന്നത് പോലും അത്രയും വലുതായിട്ട്. മാത്രമല്ല ഭീമാകാരമായിട്ടുള്ള ഏതോ ജീവിയിട്ട മുട്ടയുണ്ടായിരുന്നു അവിടെ. അതൊക്കെ ഇങ്ങനെ നോക്കി അത്ഭുതത്തോടെ നിൽക്കുമ്പോഴാണ് ഗുഹയ്ക്കുള്ളിലേക്ക് എന്തോ ഒരു ജീവി കയറി വരുന്നത് കായ് കാണുന്നത്. പേടിച്ചു പോയ അവൻ വേഗം തന്നെ മുട്ടകൾക്ക് പിറകിലേക്ക് ഒളിക്കുന്നു. വന്നത് വേറെ ആരുമല്ല, ഒരു ചെറിയ ഡിനോസർ ആണ്. അത് വന്ന് നൈസിന് ഓരോ മുട്ടകളും പൊട്ടിച്ചു തിന്നാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് പേടിച്ച് മിണ്ടാതിരിക്കുവാണേ കായ്. എന്നാൽ അന്നേരമാണ് കണ്ടകശനി പോലെ അവന്റെ വാച്ചിൽ അലാറം അടിക്കുന്നത്. തീർന്ന് ഡിനോസർ അവന് നല്ല വെട്ടിപ്പായിട്ട് കണ്ടു. ആഹാ, ഇന്നത്തെ ഫുഡ് കുശാൽ. കായെ പിടിക്കാനായിട്ട് അത് അവന്റെ പിറകെ പായുകയാണ്. പോകുന്ന പോക്കില് ബാക്കിയുണ്ടായിരുന്ന മുട്ടകൾ മുഴുവൻ ഉടച്ചിടുന്നുണ്ട്. അത് കാരണം ആ വഴുക്കലിൽ തന്നെ ഡിനോസർ മൂടിടിച്ച് താഴെ വീഴുന്നു. എന്നാൽ ചാടി എണീറ്റ് തിരിഞ്ഞു നോക്കിയതും കായെ കാണുന്നില്ല. ഷെടാ, ഇതിനിടയ്ക്ക് ചെറുക്കനോടെ പോയി. അവൻ എവിടെയാണെന്ന് വെച്ചാൽ നേരത്തെ കുറെ മുട്ടകൾ പൊട്ടിച്ചുവിട്ടില്ലേ, അതിന്റെ തോടിനുള്ളിലായിട്ട് പതുങ്ങിയിരിക്കുവാണ്. പക്ഷേ ഡിനോസർ അവനെ കണ്ടുപിടിക്കുന്നു. അത് കായെ പിടിക്കാനായിട്ട് വന്നതും കൃത്യസമയത്താണ് നമ്മുടെ പാമ്പ് അങ്ങോട്ടേക്ക് വന്ന് ഡിനോസറിനെ കടിച്ചു വലിച്ചെടുത്ത് പ്ലക്കുന്നൊരു വിഴുങ്ങ് വിഴുങ്ങുന്നതും. ഇവിടെ ഉണ്ടായിരുന്ന മുട്ടകൾ മുഴുവനും പാമ്പിന്റെ ആയിരുന്നു. അത് മുഴുവൻ ആ ഡിനോസർ ഉടച്ചു കളഞ്ഞില്ലേ. ഏതെങ്കിലും ഒന്ന് ഉടയാത്തതായിട്ടുണ്ടോ എന്നിങ്ങനെ തട്ടി നോക്കുമ്പോഴാണ് മുട്ടത്തോടിനുള്ളിൽ നിന്നും കായ് പുറത്തേക്ക് വീഴുന്നത്. ഇത്രയും വലിയ പാമ്പിനെ കണ്ടതും പേടിച്ച് വിറച്ചിരിക്കുകയാണ് കായ്. പക്ഷേ പാമ്പിന്റെ മൈൻഡ് സെറ്റ് എന്താന്ന് വെച്ചാൽ താനിട്ട മുട്ടയിൽ നിന്നുമല്ലേ അവൻ പുറത്തേക്ക് വന്നത്. അപ്പോ അത് കരുതിയിരിക്കുന്നത് കായ് അതിന്റെ കുഞ്ഞാണെന്നാണ്. ബാക്കിയുണ്ടായിരുന്ന മുട്ടയിൽ മുഴുവൻ കുഞ്ഞുങ്ങളെ ആ ഡിനോസർ കൊന്നില്ലേ. അത് സഹിക്കാനാവാതെ ഡിനോസറുകളോടുള്ള ദേഷ്യത്തില് അത് വലിയ വായിൽ അലറാൻ തുടങ്ങി. പാമ്പിന്റെ ശ്രദ്ധയിലാണെന്ന് കണ്ടതും ഈ ഗ്യാപ്പ് നോക്കി കായ് ഓടുന്ന എസ്കേപ്പ് ആവുന്നു. ഇവിടെയാണെങ്കിൽ ഡിനോസറിനെ പേടിച്ച് എല്ലാവരും ബസ്സിന്റെ പിറകിൽ ഒളിച്ചിരിക്കുവാണ്. അപ്പോഴാണ് ഈ ഐലൻഡിന്റെ ഓണർ ഒരു ഐഡിയ പറയുന്നത്. തുടക്കത്തില് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നതായിട്ട് കാണിച്ചില്ലേ, ആ ടീം മലയുടെ മുകളിലായിട്ട് ഒരു സിഗ്നൽ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നമുക്ക് സിഗ്നൽ കൊടുക്കാൻ പറ്റും. സിഗ്നൽ കിട്ടിയാല് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടുപോകാൻ ആൾക്കാരും വരും. അതുകൊണ്ട് എല്ലാവരും എന്റെ കൂടെ വാ. എന്നാൽ ഇത് കേട്ടതും കായുടെ അമ്മ ഓടി അയാളുടെ അടുത്തേക്ക് വരുന്നു. പ്ലീസ്, എന്റെ മകനെ കാണുന്നില്ല, ആദ്യം അവനെ കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. ഇവിടെ ഇത്രയും പേര് നിൽക്കുന്ന കണ്ടില്ലേ, നിന്റെ ഒരു മകന് വേണ്ടി ഞാൻ ഇവരെല്ലാവരും കൊലക്കി കൊടുക്കണോ? അയാളത് പറഞ്ഞതും ബാക്കിയുള്ള എല്ലാവരും വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു കിടന്ന് കരയാൻ തുടങ്ങി. അതോടെ അവരോട് ആരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. ആരും വേണ്ട, എന്റെ മകനെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചോളാം. അതും ചിന്തിച്ച് കായെ തിരയാനായിട്ട് അവർ ഒറ്റയ്ക്ക് പോകാനായിട്ട് പോയതും അവർക്ക് സഹായത്തിനായിട്ട് ബസ് ഡ്രൈവറായ ഷിന്നും കൂടെ പോകുന്നുണ്ട്. എന്നാൽ അല്പദൂരം മുന്നോട്ടേക്ക് ചെന്നതും തങ്ങൾ നിൽക്കുന്നിടത്തേക്ക് എന്തോ ഒരു മൃഗം വരുന്നത് പോലെ. തീർന്ന്, ഇതോടെ എല്ലാം തീർന്ന്. എങ്കിലും ഒരു കൈ നോക്കാമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് കുറ്റിക്കാട്ടിനുള്ളിൽ നിന്നും നമ്മുടെ സയന്റിസ്റ്റ് അപ്പൂപ്പനും പിന്നെ മറ്റൊരു പെണ്ണും കൂടെ വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ മകനെ രക്ഷിക്കാനല്ലേ പോകുന്നത്, കൂടെ ഞങ്ങളും വരുന്നു. അതും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയം എവിടേക്ക് പോകണമെന്നറിയാതെ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കായ്. എന്നാൽ പെട്ടെന്നാണ് അവന്റെ കാലയിൽ ഏതൊരു വള്ളി ചുറ്റി വലിക്കുന്നത്. എന്താന്ന് വെച്ചാൽ അത് അടുത്ത ആപ്പ്. ഈ ഐലൻഡിലെ മൃഗങ്ങൾ മാത്രമല്ല വലുത്, ചെടികൾ പോലും അത്രയും ഭീമാകാരമായിരുന്നു. എലികളെയും പ്രാണികളെയൊക്കെ തിന്നുന്ന ചെടിയില്ലേ, അതിന്റെ ഒരു ഭീമാകാരമായ വെർഷൻ. അമ്പ് പോലെ അതിന്റെ വായിൽ നിന്നും കൂർത്ത മുള്ളുകളും പുറത്തേക്ക് വരും. അതെല്ലാം കൂടി ഒരുമിച്ച് കായ് അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നതും ആ നിമിഷം തന്നെയാണ് അവനെ രക്ഷയ്ക്കായിട്ട് നമ്മുടെ പാമ്പ് അങ്ങോട്ട് എത്തുന്നത്. മാത്രമല്ല ആ ചെടികൾ മുഴുവനും കടിച്ച് പറിച്ച് നാശമാക്കി കളഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ കായ് അതിന്റെ കുഞ്ഞാണെന്നാണ് ആ പാമ്പിന്റെ വിചാരം. സ്വന്തം കുഞ്ഞിനൊരു ആപത്ത് വന്നാൽ അമ്മമാർ നോക്കിയിരിക്കില്ലല്ലോ. ഇപ്പോ ആ പാമ്പിന്റെ മുതുകിലായിട്ട് വലിയൊരു മുള്ളു കുത്തിയിരിപ്പുണ്ട്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിനെ കൊണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ ഒടുക്കത്തെ വേദനയും. പാമ്പിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതും കായ് ഒരു വേരെടുത്തുകൊണ്ട് വരുന്നു. അത് പുറത്തെടുക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. അതും പറഞ്ഞ് അവൻ ആ വേര് മുള്ളിലേക്ക് മുറുക്കി കിട്ടുന്നു. ആ നിമിഷം തന്നെ ഒറ്റ വലിക്ക് പാമ്പ് ആ മുള്ളു പുറത്തെടുക്കുന്നുണ്ട്. വേദനയെടുത്ത് അലറിക്കരഞ്ഞുകൊണ്ട് ആ പാമ്പ് അവിടുന്ന് പോകുന്ന വഴിക്ക് ഒരു മരത്തിൽ തട്ടുന്നുണ്ട്. അതിൽ നിന്നും കുറെ പഴങ്ങൾ താഴെ വീഴുന്നു. അവനാണെങ്കിൽ വിശന്ന് വലഞ്ഞ ഒരു പരവുമായിരിക്കുവായിരുന്നു.
ഇരിക്കുമായിരുന്നു. വേഗം തന്നെ ഓടിച്ചെന്ന് ആ പഴങ്ങൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇതേ സമയം ബസ്സിനകത്തുണ്ടായിരുന്നവരെല്ലാം മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. തുടക്കത്തില് ഒരു കൺസ്ട്രക്ഷൻ നടന്ന സ്ഥലം കാണിച്ചില്ലേ, അതേ സ്ഥലം. ആരെങ്കിലും ഇവിടെ കാണുമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. പാമ്പും ഡിനോസറും തമ്മിലുള്ള യുദ്ധത്തിൽ എല്ലാം നശിച്ചു പോയില്ലേ? ഇപ്പോ കുറെ കല്ലും കമ്പിയും മണ്ണും മാത്രം ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയായിരുന്നു. ഇപ്പൊ അതും പോയി. അതും കൂടിയായതും തങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാവരും കൂടി കരയാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് അവിടെയെല്ലാം ഒരു കുലുക്കം പോലെ എന്തോ ഒരു ആപത്ത് തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ അതൊരു യമണ്ട ഡിനോസർ ആയിരുന്നു. തുടക്കത്തില് നമ്മുടെ പൈത്തനുമായിട്ട് യുദ്ധം ചെയ്ത അതേ ഡിനോസർ. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. എന്നാൽ അന്നേരം ദേ ഒരുത്തൻ അതുപോലെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ ഡിനോസർ ആണെങ്കിൽ പോകുന്ന വഴിക്ക് വാലി വീശൊരൊറ്റയടി. അതോടെ എല്ലാ ശുഭം. അങ്ങനെ രാത്രിയായി. കായുടെ അമ്മയും ഷിന്നുമൊക്കെ ഇപ്പോഴും അവനെ തപ്പി നടക്കുവാണ്. പക്ഷേ ഇത്രയും നേരമായിട്ടും അവനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതേ സമയം കായാണെങ്കിലോ പേടിച്ചു വരച്ച് ആരും സഹായിക്കാനില്ലാതെ കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ട് തണുത്ത് വരച്ച് ഒരിടത്തായിട്ട് ചുരുണ്ടുകൂടി കിടക്കുവാണ്. അത്രയും ദയനീയമായിരുന്നു അവന്റെ അവസ്ഥ. പണ്ട് ഒരു തീപിടുത്തം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ഒറ്റയ്ക്കായപ്പോൾ അവന്റെ മനസ്സ് മുഴുവൻ ആ ചിന്തകളായിരുന്നു. അങ്ങനെ നേരെ വെളുത്തിരിക്കുകയാണ്. കായ് നോക്കുമ്പോൾ അവന്റെ ദേഹത്തായിട്ട് പുതപ്പ് പോലെ ഒരു ഇലയിട്ടിരിക്കുന്നു. ഒരു പക്ഷേ അതാ പാമ്പായിരിക്കാം. ഇതേ സമയം കായുടെ അമ്മയും ടീംസും അവനെ തേടി നടക്കുമ്പോഴാണ് അവരൊരു കാഴ്ച കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൈത്തണില്ലേ, അതതിന്റെ ദേഹത്തുണ്ടായിരുന്ന തോൽ ഉരിച്ചിട്ടിരിക്കുന്നു. കണ്ടവരെല്ലാം ഞെട്ടിയിരിക്കുവാണ്. ആ പാമ്പ് തോൽ ഉരിച്ചിട്ടിട്ട് അധികം നേരമായിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു വലിയ കാര്യത്തിന് വേണ്ടി അത് പ്രിപ്പയർ ആവുകയാണ്. അപ്പൂപ്പൻ പറഞ്ഞതും എല്ലാവർക്കും ഒന്നും കൂടി പേടി തോന്നി. ഇവിടെ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ലല്ലോ. അവര് വീണ്ടും കായ അന്വേഷിച്ചു പോകാൻ തുടങ്ങി. ഇതേ സമയം നമ്മുടെ കായാണെങ്കിൽ എങ്ങോട്ടൊന്നില്ലാതെ നടക്കുവാണ്. കുറച്ച് മുന്നോട്ടേക്ക് നടന്നതും കണ്ട കാഴ്ചയിൽ അവൻ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ കാണിച്ച ആ വലിയ തവളയില്ലേ, അതിനതേ ഒരു ഡിനോസർ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ഭാഗ്യത്തിന് അതിവനെ ഇതുവരെ കണ്ടില്ല. എന്നാൽ പെട്ടെന്നാണ് ആരോ കായെ പിടിച്ചു വലിച്ച് ഒരു പാറയുടെ മറവിലേക്ക് കൊണ്ടുപോകുന്നത്. വേറെ ആരുമല്ല, അതവന്റെ അമ്മയായിരുന്നു. ഒരു വിധത്തില് അവനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പക്ഷേ ശബ്ദം ഉണ്ടാക്കിയാല് ഡിനോസർ കേൾക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും പാറയുടെ മറവിലായിട്ട് അനങ്ങാതിരിക്കുവാണ്. എന്നാൽ എന്തോ ഡൗട്ട് തോന്നി ഡിനോസർ മണം പിടിച്ച് അവിടേക്ക് വരുന്നു. തങ്ങളെ ഇപ്പോഴത് കണ്ടുപിടിക്കുന്നു കരുതി ഇരുന്നപ്പോഴാണ് ഡിനോസർ നമ്മുടെ അപ്പൂപ്പന്റെ തലയിലൂടെ കാഷ്ടിച്ചിടുന്നത്. അപ്പൂപ്പനാണെങ്കിൽ നാറ്റ സഹിക്കാൻ വയ്യ. പാവം മൂക്കും വായെല്ലാം പൊത്തി ആ അപരാധം സഹിച്ചിരിക്കുവാണ്. എന്തായാലും ഭാഗ്യത്തിന് ജോലിയും കഴിഞ്ഞ് അത് അവിടുന്ന് പോകുന്നുണ്ട്. ഹോ, ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ദേ സൈഡിൽ കൂടി വന്ന ഡിനോസർ പിടിക്കുന്നത്. ജസ്റ്റ് മിസ്സിനാണ് അതിന്റെ വായിക്കാത്തുനിന്ന് രക്ഷപ്പെട്ടതും. എല്ലാവരും ജീവനം കൊണ്ട് ഓട്ടത്തോടോട്ടം. അവിടെ ഒളിക്കാം, ഇവിടെ ഒളിക്കാം, പാറയുടെ കീഴിൽ ഒളിക്കാം എന്നൊക്കെ കരുതിയെങ്കിലും ഡിനോസർ വിടുന്ന ലക്ഷണമില്ല. ബാക്കി 3 പേരെയും വിട്ടിട്ട് ഇപ്പോൾ കായയുടെയും അവന്റെ അമ്മയുടെയും പുറകെയാണ് ഡിനോസർ. ഒരു ഘട്ടത്തില് അവരെ കടിച്ചില്ല എന്ന് പറഞ്ഞു വന്നതും 2 പാറകൾക്കിടയിലായിട്ട് അതിന്റെ തലയങ്ങ് കുടുങ്ങിപ്പോയി. എത്ര ശ്രമിച്ചിട്ടും അതിന് തലയെടുക്കാൻ പറ്റിയില്ല. ഈ ഗ്യാപ്പ് നോക്കി കായ അവന്റെ അമ്മയോട് രക്ഷപ്പെടുന്നു. പക്ഷേ കാലിന്റെ പ്രശ്നം കാരണം കായ്ക്ക് വേഗത്തിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല കാലില് കെട്ടിയിരുന്ന കെട്ട് ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്. അവന്റെ അമ്മ അത് ഫിക്സ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പാറകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട ഡിനോസർ വീണ്ടും അവരുടെ അടുത്തേക്ക് വരുന്നത്. വീണ്ടും ഓടടാ ഓട്ടം, കൊന്നാലും നിന്നെയൊന്നും വിടില്ലെന്ന് പറഞ്ഞ് പിറകെ ഡിനോസറും ഓടി ഓടി ഒരിടത്തേക്ക് എത്തിയതും ദേ മുന്നിലായിട്ട് മറ്റൊരു ഡിനോസർ, പിറകില് വേറൊരെണ്ണവും. 2 ഡിനോസറിന്റെ നടുക്ക് പെട്ടുപോയി അവർ. രണ്ടും കൂടി കൊലവെറിയോടെ അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തതും അപ്പോഴാണ് നമ്മുടെ പൈത്തന്റെ ഒരു മാസ് എൻട്രി. 2 ഡിനോസറിനെയും വാലുകൊണ്ട് അടിച്ചു തൂക്കിയ ഒരൊറ്റ ഏറ്. തന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയാൽ പൈത്തൻ വെറുതെ ഇരിക്കുവോ? ഡിനോസറുകളും പാമ്പും തമ്മിലുള്ള കൊടൂര യുദ്ധം. ഇടയ്ക്ക് വെച്ച് ഒരു ഡിനോസർ കായി അവന്റെ അമ്മയും കൂടെ കടിക്കാനായിട്ട് ചെന്നതും പക്ഷേ കടിക്കാൻ പറ്റിയില്ല. നമ്മുടെ പൈത്തൻ ഇങ്ങനെ അതിനെ വിടാതെ ചുറ്റി പിടിച്ചേക്കുവാണ്. എന്നാൽ ഒരു ഘട്ടമായതും പാമ്പിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. 1, 2, 3 എന്ന് പറഞ്ഞ് ഡിനോസറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാം കൂടി നമ്മുടെ പൈത്തനെ കടിച്ചു കൊല്ലാൻ നോക്കുവാണ്. ഈ ഒരു ഗ്യാപ്പ് നോക്കി ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ കായ്ക്ക് മാത്രം വല്ലാത്ത കുറ്റബോധം തോന്നി. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അതിന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്യുന്നത്. അങ്ങനെ ഓടി ഓടി അവരിപ്പോൾ ഒരു നദിയുടെ അടുത്തായിട്ട് വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് കായയുടെ കാലിന്റേത് അവന്റെ അമ്മ ശരിയാക്കി കൊടുക്കുന്നു. അപ്പോഴാണ് കായയുടെ അമ്മയ്ക്ക് നേരത്തെ ആ ഓണർ പറഞ്ഞ മലയുടെ കാര്യം ഓർമ്മ വരുന്നതും. അവിടേക്ക് ചെന്നാൽ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും സഹായം കിട്ടിയാലോ? അങ്ങനെ അയാൾ പറഞ്ഞതും വിശ്വസിച്ച് എല്ലാവരും ആ മലയുടെ മുകളിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ ചെന്നതും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും അവർക്ക് കാണാൻ പറ്റിയില്ല. മുഴുവനും നാശമായിട്ട് തവിട് പൊടിയായിട്ട് കിടക്കുന്നു. അവിടെ കിടക്കുന്ന അസ്ഥികൂടങ്ങളും ഫോസിലുകളൊക്കെ കണ്ടപ്പോൾ അപ്പൂപ്പനൊരു കാര്യം മനസ്സിലായി. ഭീമാകാരമായ പൈത്തൺ മാത്രമല്ല ഇവിടെ ഉള്ളത്, അതിലും ഭീമാകാരമായ മറ്റെന്തോന്നുകൂടി ഐലൻഡിലുണ്ട്. അത് ഉറപ്പാണ്. ഇവരെ സംസാരിക്കുന്ന സമയം കൊണ്ട് കായ് അവിടെ മുഴുവൻ ഇങ്ങനെ ചുറ്റി നടന്നു നോക്കുന്നു. അപ്പോഴാണ് അവന് തറയിൽ കിടന്ന ഒരു ക്യാമറ കിട്ടുന്നത്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴോ നേരത്തെ ഒരുത്തൻ ഷൂട്ട് ചെയ്ത ആ ഭീമാകാരമായ ടീറക്സിന്റെ വീഡിയോ ആയിരുന്നു അത്. അതും നോക്കി അന്തം വിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഓണർ അവന്റെ അടുത്തേക്ക് വരുന്നത്. കൂട്ടത്തില് അയാള് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ തോന്നുന്നു. കായെ കിട്ടിയതും അയാള് പെട്ടെന്ന് അവന്റെ കഴുത്തിലേക്ക് കത്തി വെക്കുന്നു. നിങ്ങളുടെ കൂടെ മര്യാദയ്ക്ക് എന്നെ കൂടി കൂട്ടിക്കൊണ്ട് പോയിക്കോണം, ഇല്ലെങ്കിൽ ഇവനെ ഞാൻ കൊന്നുകളയും.
പ്ലീസ് എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ, നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ കേൾക്കാം. അങ്ങേരാണെങ്കിൽ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ സമയത്താണ് ആ ഭീമാകാരമായി ടീറക്സ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ബാക്കി എല്ലാവരും പേടിച്ച് പറിച്ച് അവിടെ ഓടുമ്പോൾ ആ ഓണർ മാത്രം മിണ്ടാതെ അവിടെ നിൽക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ടീറക്സ് അയാളെ ചവിട്ടി അരച്ച് ചമ്മന്തിയാക്കി കളഞ്ഞു. ഇതേ സമയം ഇവരാണെങ്കിൽ എങ്ങോട്ട് ഓടണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് അവർക്കൊരു ജീപ്പ് കിട്ടുന്നത്. ജീപ്പെങ്കിലും ജീപ്പ്. എല്ലാവരും കൂടി ഓടി അതിനകത്തേക്ക് കയറി. സ്റ്റാർട്ടാകാൻ പാടുപെട്ട ജീപ്പിനെ എങ്ങനെയൊക്കെ സ്റ്റാർട്ടാക്കി അവിടുന്ന് പറപ്പിക്കുന്നു. പക്ഷേ ടീറക്സ് വെറുതെ വിടണ്ടേ, ജീപ്പിന്റെ അതേ വേഗത്തിൽ തന്നെ അവരുടെ പിറകെ വെച്ച് പിടിക്കുവാണ്. എന്നാൽ ഇടയ്ക്ക് വെച്ച് ജീപ്പിന്റെ കൺട്രോൾ പോയതും അതൊരു പാറയിലിടിച്ച് ആക്സിഡന്റ് ആവുന്നു. പിന്നീട് അല്പനേരം കഴിഞ്ഞാണ് എല്ലാത്തിനും ബോധം വരുന്നത്. അതുവരെ നമ്മുടെ ടീറക്സും വെയിറ്റ് ചെയ്യുമായിരുന്നു. ബോധം വന്ന എല്ലാവരും കാണുന്ന കാഴ്ച കൊലവെറിയോടെ തങ്ങളെ നോക്കി നിൽക്കുന്ന ടീറക്സിനെയും അത് മൊത്തത്തിൽ എല്ലാവരെയും വിഴുങ്ങാനായിട്ട് വന്നതും നമ്മുടെ രാക്ഷസ പൈത്തൻ അവിടേക്ക് വന്നത് ഒരുമിച്ചായിരുന്നു. അല്ലേലും ആള് കൃത്യ ടൈമിങ്ങാ. പിന്നെ പറയണ്ടല്ലോ, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള പകയാണ്. രണ്ടും കൂടി കൊടൂര യുദ്ധം. കൊലവെറിയോടെ പരസ്പരം കടിച്ചു കൊടയാൻ തുടങ്ങി. നമ്മുടെ പൈത്തന് നല്ല പരിക്ക് പറ്റുന്നുണ്ട്, ടീറക്സിന് നല്ല പരിക്ക് പറ്റുന്നുണ്ട്. തോറ്റു കൊടുക്കില്ല എന്ന് പോലുള്ള വാശിയേറിയ യുദ്ധം. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നു. നേരത്തെ കാർ ആക്സിഡന്റ് ആയില്ലേ, അതിൽ നിന്നും പെട്രോൾ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. മാത്രമല്ല ജീപ്പിനടുത്തായിട്ട് പണ്ട് ബ്ലാസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന കുറച്ച് എക്സ്പ്ലോസീവും കിടപ്പുണ്ട്. അത് പൊട്ടിക്കാൻ പറ്റിയ ഡിനോസറിനെ കൊല്ലാൻ പറ്റും. അതിനായിട്ട് അവരൊരു പന്തം ഉണ്ടാക്കുന്നു. അതിൽ തീ കൊടുത്ത ശേഷം അത് ആ ജീപ്പിനടുത്തേക്ക് വലിച്ചെറിഞ്ഞെങ്കിലും പകുതി വരെ അത് അറിയാൻ സാധിച്ചുള്ളൂ. പൈത്തനാണെങ്കിൽ ടീറക്സിന്റെ കയ്യിൽ നിന്ന് കടികെട്ടി ഒരു പരുവായിട്ടുണ്ട്. നേരത്തെ ഡിനോസറുകളുമായിട്ട് നടന്ന യുദ്ധത്തിൽ തന്നെ അതിന് നല്ല പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഇപ്പൊ ഇതും. അതിന്റെ അവസ്ഥ കണ്ടതും കായ് തന്നെ മുന്നോട്ടേക്ക് വരുന്നു. ഇപ്പോൾ ഈ നടക്കുന്ന യുദ്ധം പോലും തന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ. അവൻ വേഗം ഓടിച്ചെന്ന് ആ പന്തം കയ്യിലേക്ക് എടുക്കുന്നു. ശേഷം ജീപ്പിന് നേർക്കൊരു ഒറ്റയേറ്. തീ വന്ന് പെട്രോളിൽ വീണതും എല്ലാം കൂടെ പൊട്ടിയങ്ങ് തെറിച്ചു. അതിന്റെ എഫക്റ്റില് കായും ദൂരേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. ബോധമില്ല, വിളിച്ചിട്ടോ അനക്കമില്ല. ഇവിടെയാണെങ്കിൽ ബ്ലാസ്റ്റ് ആയതിന്റെ ഇടയിൽ പെട്ടുപോയ ഡിനോസർ ആണ്. ഈ അവസരം നോക്കി അതിനെ വരിഞ്ഞു മുറുക്കി അതിന്റെ കഴുത്ത് കടിച്ചു പറിച്ച് കൊന്നു കളഞ്ഞു. ഇതേ സമയം കായി എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. എന്നാൽ ഇത് കണ്ടതും പാമ്പ് അതിന്റെ അടുത്തേക്ക് വരുന്നു. എന്തൊക്കെയായാലും അത് തന്റെ കുഞ്ഞല്ലേ. അനങ്ങാതെയുള്ള അവന്റെ ഒക്കെ എടുത്തും അതിനെ സഹിക്കാനായില്ല. അവനെ നോക്കി ഒരൊറ്റ അലറക്കം. അതോടെ അനക്കമില്ലാതെ കിടന്ന നമ്മുടെ കായ് ചാടി എണീക്കുന്നു. അവൻ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എല്ലാവരും ഹാപ്പി. പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ഇപ്പോ കായുടെ കാലിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ട്. അവൻ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വളരെ നോർമൽ ആയിട്ടൊരു ലൈഫാണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ സയന്റിസ്റ്റ് അപ്പൂപ്പനും ഒരു അസിസ്റ്റന്റ് പെണ്ണും ഇല്ലേ, രണ്ടും കൂടി വീണ്ടും ആ ഐലൻഡിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൂപ്പന് റിസർച്ച് നടത്താനുള്ള ഒരു ഉദ്ദേശവും ഇല്ലെന്ന് തോന്നുന്നു. വീണ്ടും മറ്റൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നത് കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.